മൂന്നാമത്തെ വന്ദേ ഭാരത് കേരളത്തിൽ വരുന്നു. അത് എറണാകുളം സൗത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ളതാണ്. അതിലൊരു തമാശ തന്നെ പറയാറുണ്ട്, ട്രോൾ വന്നിട്ടുള്ളത്. ട്രോളല്ല, കുറേ സത്യമുണ്ട്. രാവിലെ എറണാകുളത്ത് നിന്ന് തിരിച്ചാൽ, കൊച്ചിയിൽ നിന്ന് തിരിച്ചാൽ, അല്ലെങ്കിൽ എറണാകുളം സൗത്ത് തിരിച്ചാൽ, ഉച്ചയ്ക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് തിരിച്ചാൽ ബാംഗ്ലൂരിൽ പോയി മീൽസ് അടിക്കാം, ഉച്ച ഊണ് കഴിക്കാം. അത്ര വേഗത്തിൽ പോകുന്ന വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു. അപ്പോൾ വളരെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് IT ടെക്കുകളൊക്കെ ധാരാളം ജോലി ചെയ്യുന്നൊരു സിറ്റിയാണ് ബാംഗ്ലൂർ. അപ്പോൾ അതിലേക്ക് 8 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്തുന്നു എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ വളരെ വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത്. വന്നു. ഹൈഡ്രജൻ ട്രെയിൻ വരുന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, അങ്ങനെ ഒരുപാട് ട്രെയിൻ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ തിരുവനന്തപുരത്തേക്ക് മെമു ട്രെയിനിൻ്റെ ബോഗികൾ വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ട്രെയിനിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനിടയിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു വിവാദം വന്നു. നമ്മൾക്കെല്ലാം വിവാദമാണ്. ഒരു കാര്യമില്ല ആ ന്യൂസ്. ആ ഒരു ചാനലും ഒരു പത്രവും ആ ന്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അല്ലെങ്കിൽ ഒരു വാർത്തയായിട്ട് കൊടുക്കണം. പക്ഷെ അതിനെ വിവാദമാക്കി. എന്താ കാര്യം എന്നറിയാവോ? അവിടെ ഒരു കുറേ എളമക്കര സ്കൂളിലെ കുറേ കുട്ടികളെ, വിദ്യാധികാര സ്കൂളിലെ കുറേ കുട്ടികളെയും ടീച്ചർമാരെയും അവിടെ വിളിച്ചു. അവരെ ഈ പരിപാടിക്ക് വിളിച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് സുരേഷ് ഗോപി മുട്ടായി കൊടുക്കുന്നു. ഗവർണർ അവിടെ എറണാകുളത്തുണ്ടായിരുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രിയാണ്. UP-യിൽ വെച്ച് പല വന്ദേ ഭാരതുകളുടെ ഫ്ലാഗ് ഓഫ് നടന്നു. യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയൊക്കെ UP-യിൽ വെച്ചാണ് ഫ്ലാഗ് ഓഫ് നടന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ കാണാം, TV-യിൽ കാണാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ എറണാകുളത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. പിന്നെ ഇവിടെ സുരേഷ് ഗോപിയും ഗവർണറും ഒക്കെ നിന്ന് അവരും ലോക്കലായിട്ടുള്ള ഫ്ലാഗ് ഓഫും പരിപാടികളും കൈ ഓഫും സി ഓഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രമുഖരായ, സ്വാഭാവികമായിട്ട് BJP ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി വരുമ്പോൾ RSSകാരും BJPക്കാരും ആയിരിക്കും, സംഘപരിവാറുകാരായിരിക്കും ഇടിച്ചു വരുന്നത്. അവരെല്ലാം കൂടെ വന്നു, മുട്ടായി കൊടുത്തു, പായസം കൊടുത്തു, എല്ലാം കൊടുത്തു. അതാണ് ഫംഗ്ഷൻ. ഈ ഫ്ലാഗ് ഓഫാണ് ഫംഗ്ഷൻ. ഫ്ലാഗ് ഓഫിൽ ഒരു പാട്ടും ആരും പാടിയില്ല, ഒരു ശല്യമില്ല. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ട്രെയിൻ യാത്രയിൽ കുട്ടികൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ കുട്ടികൾ ഒരു പാട്ട് പാടി. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടട്ടെ. അവർ ഒപ്പനപ്പാട്ടോ ഗണഗീതമോ അവർ സാരേ ജഹാം സാച്ചയോ ദേശീയ ഗാനം, അവർ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ സ്കൂളിൽ നിന്ന് വന്നു. അത് വിദ്യാനികേതൻ സ്കൂളാണ്, ഇത്തരം കാര്യങ്ങളോടൊക്കെ ആഭിമുഖ്യമുള്ളൊരു സ്കൂളാണ്. ആ സ്കൂളിലെ ആളുകൾ വന്ന് ഒരു പാട്ട് പാടി. കുട്ടികൾ, എന്തിനാണ് ഇതിനകത്ത് വിവാദം? ശരി, കുട്ടികൾ അതിനെ വേറെ രീതിയിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. ട്രെയിൻ ഇങ്ങനെ വന്ദേ ഭാരത് ട്രെയിൻ വന്നു. ആ വന്ദേ ഭാരത് ട്രെയിനിൽ നമുക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു, ഗവർണർ പങ്കെടുത്തു, കേന്ദ്രമന്ത്രി പങ്കെടുത്തു, പ്രമുഖരെല്ലാം ഹൈബീഡനെ പോലുള്ള ആളുകൾ പങ്കെടുത്തു, പ്രമുഖർ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും, രാജീവ് പങ്കെടുത്തു. അങ്ങനെ എല്ലാ പ്രമുഖരെല്ലാം പങ്കെടുത്തു, മന്ത്രി രാജീവ്, പ്രമുഖരെല്ലാം പങ്കെടുത്തു. മനോഹരമായ ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കുട്ടികൾ ഒരു പാട്ടും പാടി. എത്ര മനോഹരമായിരിക്കും ആ വാർത്ത. അപ്പോൾ കുട്ടികൾ പാടിയ പാട്ട് ഏതാണെന്ന് നോക്കുകയും അത് ഒഫീഷ്യലായ പാട്ടാണെന്ന് പറയുകയും അത് ഒഫീഷ്യൽ ഫംഗ്ഷനിൽ പാടിയതായി വാർത്ത കൊടുക്കുകയും അവസാനം അത് റെയിൽവേ എന്ത് ചെയ്തു? ഇന്ത്യൻ റെയിൽവേ ഒരു പാട്ട്, കുട്ടികൾ പാടിയ പാട്ടെന്നുള്ള നിലയിലെടുത്ത് റെയിൽവേയുടെ ഇതിലിട്ടു, ഫേസ്ബുക്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു. ഉടൻ തന്നെ വലിയ വിവാദമായി. KC വേണുഗോപാൽ കത്തെഴുതുന്നു, അപ്പോൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. വേണ്ട ചർച്ചയാണ്. കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി കുറിപ്പെഴുതുന്നു, വർഗീയത ഒളിച്ചു കടത്തുകയാണ്. ഈ പാട്ടിലൂടെയാണോ വർഗീയത വരുന്നത്? അങ്ങനെ വലിയ തോതിലേക്ക് കുട്ടികളെ, ഞാൻ ഇതിനകത്തുള്ള കൺസേൺ എന്ന് പറയുന്നത്, എനിക്കിതിനകത്തുള്ള കൺസേൺ ഈ RSSൻ്റെ പാട്ട് പാടിയതോ അല്ലെങ്കിൽ ഇവർ പരാതി എഴുതിയതോ KC വേണുഗോപാൽ അങ്ങോട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയോ ഒന്നും അല്ല നമ്മുടെ വിഷയം. എൻ്റെ വിഷയം പാവപ്പെട്ട കുട്ടികൾ, കുറച്ച് കുട്ടികൾ, അവർക്ക് കൊടുത്തൊരു പാട്ട് അവർ പാടി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെങ്കിലും പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവർ പഠിച്ചു വന്ന് പാടുന്നത്. അല്ല, കുഞ്ഞുങ്ങൾ ഈ പാട്ടുകൾ കൊണ്ടുവന്നതായിരിക്കില്ല. ആ കുട്ടികൾ പാടിയ പാട്ടിനെ കുട്ടികളിൽ നിന്നുള്ള കൺസേൺ കൊടുത്തുകൊണ്ടെങ്കിലും വിവാദമാക്കാതിരിക്കണമായിരുന്നു. ആ കുട്ടികൾക്ക് എന്ത് മാനസിക സംഘർഷം ഉണ്ടാവും ഇതൊക്കെ ചാനലുകളിൽ കാണുമ്പോൾ? കാരണം ആ കുട്ടികൾ സതുദ്ദേശത്തിലല്ലേ പാടിയത്, ഒരു ദേശസ്നേഹപരമായ പാട്ട്. അത് RSSൻ്റെ പാട്ടാണെന്നുള്ളത് വേറൊരു വിഷയം. പക്ഷേ അവരവിടുത്തെ ശാഖകളിൽ പാടുന്ന പാട്ടാണ്. എന്നിട്ട് ഇപ്പോൾ വേറെ തമാശ, അതിന് പകരമായി ഷിജു ഖാൻ്റെ നേതൃത്വത്തിൽ വേറൊരു പാട്ട് പാടി. ഈ DYFI ആ പാട്ടിനകത്തും പറയുന്നത് ഹിന്ദു മതവും ഹിന്ദു രാഷ്ട്രവും ഹിന്ദുത്വവും ഒക്കെ തന്നെയാണ് ആ പാട്ടിലും പറയുന്നത്. ഉറുദു കവിതയാണത്. അത് മലയാളത്തിൽ പറയുമ്പം അതിനകത്ത് ഹിന്ദു തന്നെയാണ് പല പ്രാവശ്യവും പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാനും ഹിന്ദു മതവും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല കാര്യം. വന്ദേ ഭാരതത്തിൻ്റെ ഭാരതം പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ജനഗണമന കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഹിന്ദുത്വം തോന്നുന്നു, ഹിന്ദു പാട്ടായിട്ട് തോന്നും. കാരണം അതൊരു മുസ്ലിം പാട്ടല്ലല്ലോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാട്ടല്ലല്ലോ. അങ്ങനെ നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് ഗാനം എഴുതാൻ പറ്റുമോ? ഒരു രാജ്യത്ത് ഗാനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ കുട്ടികളെ വെറുതെ വിടണമെന്ന്, ഗണഗീതം പാടിക്കോട്ടെ, പാടാതിരുന്നോട്ടെ, അതൊന്നും നമ്മളെ വിഷയമല്ല.
കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഒരുതരം പോപ്സോ കേസ് എടുക്കേണ്ടതാണ്. ഈ ചേട്ടന്മാരുടെ പേരിലൊക്കെ പോപ്സോ കേസ് എടുക്കണം. അത്രയ്ക്ക് ഗുരുതരമായ തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ റെയിൽവേ എന്ത് ചെയ്തു? റെയിൽവേ ഇത് ഇട്ട് കുറേ നേരം വിവാദങ്ങളൊക്കെ ആയി തർക്കമൊക്കെ പോയപ്പോൾ റെയിൽവേ അത് ക്യാൻസൽ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ റെയിൽവേ അത് ഇട്ടുവെന്ന് മാത്രമല്ല അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കൂടെ അവരും വിട്ടില്ല. അവൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരിട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നു. ആദ്യം മലയാളത്തിലെ പാട്ട് വന്നു, അത് ഇംഗ്ലീഷ് വേർഷനും വന്നു. എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുക്ക കാണട്ടെ, ലോകം മുഴുക്ക കാണട്ടെ, ആ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം കാണുന്ന എല്ലാവരും കാണട്ടെ എന്നുള്ള നിലയിലേക്ക് അത് മാറി. എന്തിനാണ് ഈ വിവാദങ്ങളിലേക്ക് പോകുന്നത്? കേരളത്തിൽ എന്തു ചെയ്താലും നിലവിളക്ക് കൊളുത്തുന്ന ഫംഗ്ഷനിലോ ഈ പറയുന്ന പിന്നെ എന്താണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നിടത്തോ പ്രോഗ്രാമിലോ അല്ല ഈ പാട്ടൊന്നും പാടിയത്. അല്ലാതെ ഇപ്പോൾ കുട്ടികൾ ഒപ്പന പാട്ട് പാടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേറൊരു ജനഗണമന പാടിയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മറ്റൊരു പാട്ട് പാടിയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സിനിമാ പാട്ട് പാടിയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വിവാദം വരത്തില്ല. പക്ഷേ അപ്പോൾ ഇത് വളരെ ഗുരുതരമാണ്. നമ്മൾ കളയേണ്ട കാര്യങ്ങൾ കളയണം. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്നറിയാമോ? ചാനലുകൾക്ക് നല്ല ചാകരയാണ്. സംഭവിച്ചെന്താണ്? RSS തീരുമാനിച്ചു എന്നാണ് പിന്നെ വരുന്ന ടാഗ് ലൈനെല്ലാം. RSS എന്താ തീരുമാനിച്ചത്? കഴിയുന്നത്ര ട്രെയിനുകളിൽ കയറി ഗണഗീതം പാടുക, കഴിയുന്നത്ര റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തുകൊണ്ട് ഗണഗീതം പാടുക. എന്തിനാണ് ഈ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെ, പറയാത്തൊരു കാര്യത്തെ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യത്തെ പറഞ്ഞ് അതിനെ ചൊറിഞ്ഞ് വഷളാക്കി അതിനെ ഒരു വലിയ സംഭവമാക്കി ഇനിയിപ്പോൾ RSSകാരെല്ലാം കൂടി ഗണഗീതം വന്ന് റെയിൽവേ സ്റ്റേഷനിൽ പാടുമ്പോൾ എങ്കിൽ പിന്നെ മുസ്ലിങ്ങളായ ഞങ്ങൾ വന്ന് മാപ്പിളപ്പാട്ട് പാടാമെന്ന് പറഞ്ഞ് വരുമ്പോൾ, ക്രിസ്ത്യാനികൾ ഞങ്ങൾ വന്ന് മാർഗംകളി പാട്ട് പാടാമെന്ന് പറഞ്ഞ് വരുമ്പോൾ ചാനലുകൾക്ക് സന്തോഷമാവും. ഭയങ്കര ഹാപ്പി ആയില്ലേ? അങ്ങനെതാ കോട്ടയത്ത് മാർഗംകളി ചൊല്ലുന്നു റെയിൽവേ സ്റ്റേഷനിൽ, മലപ്പുറത്ത് തിരൂരിലും പിന്നെ താനൂരിലും അല്ലെങ്കിൽ വള്ളിക്കുന്നിലും ഒക്കെ മുസ്ലിങ്ങൾ മാപ്പിളപ്പാട്ട് പാടുന്നു, തിരുവനന്തപുരത്ത് ഇതാ ഗണഗീതം പാടുന്നു. എത്ര സുന്ദരമായിരിക്കും! നമ്മുടെ ചാനലുകൾക്കും പത്രങ്ങൾക്കും മനോഹരമായ വാർത്തകൾ കിട്ടും. ദയവായി ഇതൊരു നല്ല മാധ്യമ പ്രവർത്തനമല്ല. കുട്ടികൾ പാടി അത്ര മതി. പക്ഷേ അത് RSSൻ്റെ ഗണഗീതമാണെന്നും അതിനെ വേറെ രൂപത്തിലേക്കൊക്കെ പറഞ്ഞ് അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൈലേജിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ കഷ്ടമാണ്. അവർ പാടി, കുഞ്ഞുങ്ങളാണ് പാടിയത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുത്ത പാട്ടാണ്, അവർക്ക് ആരെങ്കിലും എടുത്തു കൊടുത്ത പാട്ടാണ് അവർ പാടിയത്. ആ ഒരു ലെവലുണ്ടല്ലോ, അതിനൊരു ലെവലുണ്ട്. ആ ലെവലിൽ ഈ വാർത്തയെ നിർത്താതെ അതിനെ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഇവിടുത്തെ സംഘപരിവാർ, RSS, BJP എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ നമ്മൾ കാണാതെ പോയത്, അതാണ് എൻ്റെ വിഷയം. ഞാൻ വീണ്ടും RSS, BJP അല്ല പറയുന്ന, സംഘപരിവാർ അല്ല. നമ്മൾ കാണാതെ പോയത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പാടിയ ഒരു പാട്ടാണ്. ആ പാട്ടിനെ നമ്മൾക്ക് നിഷേധിക്കാൻ പാടില്ലായിരുന്നു. അത് ഏത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും കുഞ്ഞുങ്ങളൊരു സന്തോഷത്തിലൊരു പാട്ട് പാടി. അത് ട്രെയിനിലിരുന്ന് നമുക്ക് ആർക്കും ഏത് പാട്ടും പാടാം. ഏത് ഫംഗ്ഷന് പോയാൽ കൂട്ടമായിട്ട് പാടാം. എത്രയോ പാട്ടുകൾ കൂട്ടമായിട്ട് ആളുകൾ പാടുന്നു. അതിൻ്റെ ജാതിയും മതവും വർഗവും ഗോത്രവും അതിൻ്റെ RSSും SNDPയും BJP NSSും അല്ലെങ്കിൽ ലീഗും ക്രിസ്ത്യാനിറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ ബൈബിളും ഖുറാനും ഗീതയും രാമായണവും ഒക്കെ നോക്കിക്കൊണ്ട് വന്ന് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരുതരം അധമ മാധ്യമ പ്രവർത്തനമാണ്. അത് ശരിയല്ല. രാഷ്ട്രീയക്കാരും അത് വിടണമായിരുന്നു. KC വേണുഗോപാൽ ഇത് കയറി പിടിക്കാൻ പാടില്ലായിരുന്നു. അത് കുഞ്ഞുങ്ങൾ പാടി അങ്ങ് കളയണമായിരുന്നു. അതിനപ്പുറം റെയിൽവേയോട് വിശദീകരണം ചോദിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ നിരപരാധികളാണ്. അതെങ്കിലും കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമാണ്, ലജ്ജാകരമാണ്.